മനുഷ്യന് വികാസം ഉണ്ടാവണം. എന്ത് വികാസം? ബാഹ്യമായ വികാസവും ആന്തരികമായ വികാസവും. ബാഹ്യമായ വികാസത്തെ തടയുമ്പോ, വികാസം ഉണ്ടാവാതെ തളർന്നു പോകുമ്പോ അതിനെ രക്ഷിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, അത് കുരുക്ഷേത്രമാണ്. ആന്തരികമായ വികാസം ചുരുങ്ങുമ്പോ രക്ഷിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, അത് ഈ ക്ഷേത്രമാണ്. എന്തായാലും രണ്ട് ക്ഷേത്രം. ക്ഷേത്രം എന്ന വാക്കിനർത്ഥം ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതെന്തോ ക്ഷേത്രം. ക്ഷയം, നാശം. നമ്മുടെ പുറത്ത് നശിക്കുമ്പോ, നമ്മുടെ ശരീരം തളരുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആരാ? കുരുക്ഷേത്രം. ക്ഷേത്രം പറഞ്ഞ വയലാ, കുരുരാജാവിന്റെ വയല്. ആ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകളിലെ സൂര്യപ്രകാശം ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമാണ് അരിയും ഗോതമ്പുമായിട്ട് നമ്മുടെ വയറ്റിൽ പോയിട്ട് ഈ ശരീരത്തിന്റെ തളർച്ചയെ തടയുന്നത് ആ ക്ഷേത്രമാണ്. ഏത്? വയലിൽ. പക്ഷെ ആന്തരികമായ ഒരു തളർച്ചയുണ്ട്. ആ തളർച്ചയായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയാൻ ഈ ക്ഷേത്രത്തിന് കഴിയണം. ആന്തരികമായ ക്ഷേത്രം, ഉള്ളിലെ വെളിച്ചമാണ് ദൈവം. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ദൈവം എന്ന വാക്കിന്റെ അർത്ഥം, ദിവം എന്ന് പറഞ്ഞാൽ പ്രകാശമെന്നാണ്. ദിവം എന്ന് പറഞ്ഞ പ്രകാശം. ദിവാകരൻ സൂര്യനല്ലേ? ദിവം കൊടുക്കുന്നവൻ ദൈവം. പിടികിട്ടി? ദിവം കൊടുക്കുന്നവൻ ദൈവം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ചെറുപ്പത്തിൽ എന്റെ ധാരണ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, തൊടിക്കളം ശിവക്ഷേത്രം. അതിന്റെ തൊട്ടടുത്തുള്ള ഒരാളുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ നാട്ടുകാരി. ആ ക്ഷേത്രത്തില് പൂജാരിയാ ദൈവം ഈശ്വരൻ എന്നാ. കാരണം അയാളെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നാ. ഞാൻ വിചാരിച്ചു ഇയാളെ ഈശ്വരൻ എന്നാ. പിന്നെ മനസ്സിലായി വേറെ ഈശ്വരൻ. ഈശ് എന്ന് പറഞ്ഞ ഭരണം, വരൻ എന്ന് പറഞ്ഞ ശ്രേഷ്ഠൻ, ഈശ്വരൻ എന്ന് പറഞ്ഞ ഭരണശ്രേഷ്ഠൻ. ഈ ചരാചരം നിർമ്മിച്ചും പാലിച്ചും തച്ചുടച്ചും വിളങ്ങുന്ന ദൈവമേ വിശ്വനായക വിശ്വൈക പാലക എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അതാ ഭരണശ്രേഷ്ഠൻ, വെളിച്ചം തരുന്നവൻ. പുറത്തെ വെളിച്ചം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയൂ. ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. വൈദ്യുതി തരുന്നവൻ. എന്ന അകത്ത് വെളിച്ചം തരുന്നവൻ. എന്താണ് ഈ അകത്ത വെളിച്ചം? ദർശനം എന്നതിന് പറയാം. എന്താ ദർശനം? പുറത്തെ കാഴ്ചയും അകത്തെ കാഴ്ചയും ഉണ്ട്. മൃഗങ്ങൾക്ക് പുറം കാഴ്ചയേ ഉള്ളൂ. ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പാരക്ഷയേകു സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥരായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണ് പ്രാർത്ഥിച്ചെന്നൊന്നും ധരിച്ചു പോയോ ഭക്തരെ? അല്ല, അവിടെ ഒരു ദർശനമുണ്ട്. ആ ദർശനം ഏതാ? വീണ്ടും ജയേന്ദ്രന്റെ നാവിലേക്ക് കയറി വരുന്നു. ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18 പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് ചാന്ദാഗ്യോപനിഷത്തിലെ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉയർന്നു വന്നൊരു ദർശനമുണ്ട്. വിഗ്രഹത്തിനും മേലെ തത്വമസി. കണ്ടിട്ടുണ്ടോ? അത് നീയാകുന്നു. പിതാവേ, ഉന്നത പഠനം പൂർത്തിയാക്കിയ ശ്വേതകേതു ഉദ്ദാലകാരുണി എന്ന പിതാവിന്റെ അടുത്ത് വന്നിട്ട് പഠിച്ചത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയല്ല, പുതിയ ചോദ്യം ഉയർത്തുകയാണ് ചെയ്തത്. ഭാരത സംസ്കാരം പുരാതന കാലത്ത് ഉയർന്നു വന്നത് ചോദ്യങ്ങളിലൂടെയാണ്. കൃഷ്ണ ഉവാച, അർജുന ഉവാച, ചോദ്യ ഉത്തരവാണ്. വൈശമ്പായന ഉവാചയ, ജനവേദ്യ ഉവാച. ഉമാമഹേശ്വര സംവാദമാണ് അധ്യാത്മരാമായണം. പാർവതി ചോദിക്കുന്നു, ശിവൻ മറുപടി പറയുന്നു. ചോദ്യങ്ങളും സംവാദങ്ങളിലൂടെയാണ് നമ്മുടെ ദർശനങ്ങൾ രൂപപ്പെട്ടത്. ഉപനിഷത്തുകൾ എന്താ? ഉപ എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടരാവുക എന്നാണ്. ഇവിടെ എല്ലാവരും ഉപവിഷ്ടരായിരിക്കുന്നു. ഉപ നിഷത്ത്, വിശേഷ സത്യം. നമ്മൾ ഇപ്പൊ കാണുന്ന സത്യമൊന്നും യഥാർത്ഥ സത്യമല്ല. ഇതിനപ്പുറത്തൊരു സത്യമുണ്ട്. ആ സത്യത്തിലേക്കുള്ള യാത്ര. നിങ്ങളുടെ ഉള്ളിലൊരു ജീവൻ നിങ്ങൾ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ഉള്ളിലൊരു ജീവൻ കണ്ടെത്തിയ ഒരാളിപ്പോ കഴിഞ്ഞ ദിവസം കണ്ണൂര് 2 ആളുണ്ട് ജീവനെ കണ്ടെത്തിയ 2 ആള്. ഞാൻ ഇപ്പൊ അടുത്തല്ല കാലത്ത് മറ്റാരും കണ്ടിട്ടില്ല.
മംഗലാപുരത്തുനിന്ന് മരിച്ചു എന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന ആംബുലൻസിൽ മോർച്ചറി കയറ്റാൻ നോക്കുമ്പോ AKG ആശുപത്രിയിലെ 2 ആള് അവരനക്കം കണ്ടെത്തി, ജീവൻ കണ്ടെത്തിയില്ലേ? ആ ജീവൻ ഉണ്ടെങ്കിൽ അത് സത്താൻ. ഈ ശരീരം അസത്താന്ന് ഞാൻ തെളിവ് തരാം. ഇവിടെ ഇരിക്കുന്ന എല്ലാരും നിങ്ങളുടെ തലയെ പറ്റി ഒന്ന് ചിന്തിക്കൂ. എന്ത് സുന്ദരമായ തലയാണ്! കാരണം ഈ സൃഷ്ടിയിൽ മനുഷ്യർ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് തലയാണ് ഏറ്റവും പ്രധാനമെന്ന്. ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു തല. അപ്പൊ ഈ ഉള്ളിലുള്ള ചോറ പ്രധാനം. ഏറ്റവും അപ്രധാനമായ അവയവേദ ഇറച്ചിയില്ലാത്ത അല്ല, ഇറച്ചി മാത്രമുള്ള എല്ലില്ലാത്തത് വയറ്. ഇല്ലാത്ത ചോറാണോ ഈ ചോറാണോ പ്രധാനം? ഈ ചോറാണോ പ്രധാനം എന്ന് നോക്കിയിട്ടാണ് മനുഷ്യനോ മൃഗവും തീരുമാനിക്കുക. നമ്മളെ ഭക്തജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവരാന്ന് ഞാൻ തെളിവ് തരട്ടെ. ഈ ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് കണ്ടിട്ടുണ്ടോ? രാവിലെ മുതൽ ഒരാളെ പാരായണം ചെയ്യും. ഒരു പണിയും തൊരവില്ലാത്ത ഒരു 10-100 ആള് മുമ്പിൽ ഇരുന്ന് കേൾക്കും. എന്നാ ഒരു 12:30 1 മണിയാവുമ്പോഴേക്കുണ്ട് ഒരു തിരക്ക് വരാൻ അല്ലേ? കൂട്ടുപുഴയിൽ വിളമ്പാൻ തുടങ്ങുമ്പോ എന്റെ അമ്മോ എന്തൊരു തിരക്കാ! പലരും ക്യൂ നിന്നിട്ട് തിന്നിട്ട് ഇതാരെ വായിക്കുന്നത് വരെ നോക്കാണ്ട് അതിലെന്നെ പോവുകയും ചെയ്യും. അവർക്ക് ഈ ചോറിനേക്കാൾ പ്രാധാന്യം ഈ ചോറിനല്ലേ? ഈ തല, ആ തല നിങ്ങളുടെ തലയില്ലേ കുളിച്ച് പൗഡർ ഇട്ട് പൊട്ടു തൊട്ട ആ തല 100 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എവിടെ ഉണ്ടാവും ആലോചിച്ചേക്കട്ടെ. 100 കൊല്ലം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? മണ്ണ് കുഴിച്ചിട്ടോ, അല്ല കത്തിച്ചു കളഞ്ഞോ, അല്ലെങ്കിൽ പുഴയിൽ ഒഴുക്കിയോ, അല്ല സമാധി ഇരുത്തിയോ, ഒന്നും ആർക്കും പിടിയില്ല. ഇപ്പൊ ഈ തലക്ക് വില കിട്ടുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു സത്തുള്ളത് കൊണ്ടല്ലേ? ജീവൻ തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയും വില പിടിയാതൊരു തലയോടായി മാറില്ലേ? ഈ സത്യം നമ്മൾ പഠിക്കാനാണ് ആത്മവിദ്യാലയത്തിൽ പഠിക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണെന്നൊരു ചോദ്യം. അതാണ് ശ്വേതകേതു ചോദിച്ചത്. ആ ആത്മവിദ്യാലയത്തിൽ പോകാൻ എങ്ങനെയാ? നടന്നിട്ടോ പോവുക, ബസ്സിലോ പോവുക, കാറിലോ പോവുക? അല്ല, അതിൽ സഞ്ചരിക്കേണ്ട മാർഗം മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് യാത്ര ചെയ്യും. നിങ്ങളുടെ മനസ്സ് തന്നത് രാവിലത്തെ ചോറിടുന്ന, ഉച്ചക്കത്തെ കറിയെന്താ, വൈകുന്നേരത്തെ ചായക്ക് കടിയെന്താ എന്നാലോചിക്കാനല്ല മനസ്സ്. ആ മനസ്സ് മൃഗത്തിനുണ്ട്. തിന്നാനുള്ളത് തേടാൻ, ഇണ ചേരുന്നത് എങ്ങനെ ഇവിടുന്ന് അന്വേഷിക്കാൻ, എവിടെ ഉറങ്ങണം, എവിടെ വിസർജിക്കണമെന്ന് അന്വേഷിക്കാൻ ഉള്ള മനസ്സ് മൃഗത്തിനുണ്ട്. മനുഷ്യന് മനസ്സ് തന്നത് എന്തിനാ? മനസ്സു തന്നത് സത്യനെ അന്വേഷിക്കാനാണ്. അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് യാത്ര ചെയ്യാനാണ്. നമ്മൾ ഈ കാണുന്ന സത്യമൊന്നുമല്ല സത്യം. അതിനപ്പുറത്തൊരു സത്യമുണ്ട്, ആത്യന്തിക സത്യം. അർദ്ധസത്യങ്ങളും അപൂർണ സത്യങ്ങളും അസത്യങ്ങളും 1,00,000 കൂട്ടിവെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തൂല. ഇവിടെ ഇപ്പൊ പകലാണെങ്കിൽ ഈ ബൾബെല്ലാം കത്തുവോ? നല്ല വെളിച്ചമില്ലേ? പക്ഷെ പകൽ ഒറ്റ വിളക്കല്ലേ ഉള്ളൂ, ഒരൊറ്റ നക്ഷത്രമേ ആകാശത്തുള്ളൂ. രാത്രിയോ 1,00,000 നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിട്ടും നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല. ഈ LED-യും CFL-ഉം ട്യൂബ്ലൈറ്റും കെട്ടേണ്ടി വന്നില്ലേ? എന്താ? പകലത്തെ നക്ഷത്രത്തോട്, സത്യത്തോട് നമ്മൾ അടുക്കുമ്പോ വെളിച്ചം കൂടും. രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങൾ നമ്മൾ വളരെ അകലെയാണ്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. 1,00,000 നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ടിലെ വരിയാണ്. ആ സത്യത്തെ അന്വേഷിക്കാൻ ശ്വേതകേതു ചോദിച്ചു, പിതാവേ, ഞാൻ എവിടുന്നാ വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ ആരാണ്?
ഈ ചോദ്യത്തിന് മറുപടിയായി ഉദ്ദാലകാരുണി പറഞ്ഞു, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു. ആ തത്വമസിയാണ് ശബരിമലയുടെ മേലെ കാണുന്നത്. മനസ്സിലായോ? അത് നീ തന്നെയാ. നിന്റെ ഉള്ളിലും വെളിച്ചമുണ്ട്. ഈ കേരളത്തിലെ മലബാറിലെ ദൈവങ്ങളുടെ പ്രത്യേകത നോക്കൂ. മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ടതല്ലേ? നിങ്ങൾ നോക്കൂ, പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി. അതല്ലേ അയ്യപ്പൻ? അട്ടപ്പാടി കുന്നിന്റെ മേലേന്ന് കിഴക്കോട്ട് നോക്കിയാൽ കോയമ്പത്തൂർ പട്ടണം കാണാം. പക്ഷെ എല്ലാ ഭാഗവും കാണുന്നില്ല. നടുക്ക ഒരു കുന്നും ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ കുന്നിന്റെ പേര് മരുതുമല എന്നാണ്. ആ മരുതുമലയിൽ ഒരു പയ്യനുണ്ടായിരുന്നു, മുരുകൻ എന്നാണ് അവന്റെ പേര്. ആ മുരുകനാണ് പഴനി ആണ്ടവനായി മാറിയത്. മരുതുമലൈ വണവനേ മുരുകയ്യ. കീരവാണിയുടെ പാട്ട് കേട്ടിട്ടില്ലേ? ശ്രീകണ്ഠാപുരത്തിന്റെ അപ്പുറത്ത് എരിവേശി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ ഒരു നാടുവാഴി ഉണ്ടായിരുന്നു, അയ്യങ്കര നാടുവാഴി. അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിക്കുട്ടിയമ്മ എന്ന പാടിക്കുറ്റിയമ്മ. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അതിന്റെ ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ആ പുഴയിൽ കുളിക്കാനായിട്ട് പോയ പാടിക്കുറ്റിയമ്മ കാണുന്ന ഒരു കാഴ്ച. ഒരു കുട്ടി ഒഴുകി വരുന്നു. ആ കുട്ടിയുടെ നെറ്റി കൊണ്ടുപോയിട്ട് ഒരു കല്ലുമ്മ കുത്തി അവിടെ നിന്നോ. ആ കല്ലിന് ഇപ്പോഴും തിരുനെറ്റിക്കല്ല് എന്നാ പറയാ. ആ കുട്ടിയാണ് മുത്തപ്പനായി മാറിയത് അല്ലേ? കരുവന്നൂർ വീരനാവട്ടെ, ഉച്ചിലോട്ട് ഭഗവതിയാവട്ടെ, കടവാങ്കോട്ട് മാർക്കമാവട്ടെ, എല്ലാം മനുഷ്യർ ദൈവമായി ഉയർത്തപ്പെട്ടതാണ്. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവുമൊന്ന്. വ്യത്യാസമില്ല. അതിനെന്ത് വേണം? ഈ മാംസപ്രചോദനങ്ങളിൽ നിന്ന് മനസ്സിനെ ഉണർത്തണം. മനസ്സിനെ മാംസത്തിൽ നിന്ന് ഉയർത്തേണമേ, മലയിൽ വാഴും ഭഗവാനേ. ഈ മാംസത്തെ പിടിച്ച് കെട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അത് കെട്ടാത്ത ഒരൊറ്റ ആൾ ഇവിടെ ഇരിക്കുന്നില്ല. നിങ്ങളുടെ മാംസത്തെ നിങ്ങളുടെ അച്ഛനമ്മമാർ പിടിച്ചു കെട്ടിയിട്ടുണ്ട് 28ാമത്തെ ദിവസം ഇല്ലേ? 28ാമത്തെ ദിവസം പേര് വിളിക്ക് പാല് കൊടുത്ത് നൂല് കെട്ടുമല്ലോ. എന്താ 28ന്റെ കണക്ക്? പണ്ട് 27 ദിവസമേ ഉള്ളൂ നമുക്ക് ഒരു മാസത്തിന്. AD 825 ആണ്ടിൽ കൊല്ലത്ത് വെച്ച് പുതിയ പഞ്ചാംഗം ഉണ്ടാക്കി. അതാ നമ്മൾ ആദ്യത്തെ കലണ്ടർ. അതിനുശേഷം നമുക്ക് ഡേറ്റ് വന്ന. അതിനു മുമ്പ് അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്ര. അപ്പൊ ഒരു കുട്ടീന്റെ ജന്മനക്ഷത്രം ഫസ്റ്റിൽ വരിക 28ാമത്തെ ദിവസം. അന്ന് പേര് വിളിക്കും, പാല് കൊടുക്കും. എന്തിനാ രേല നൂല്? ഇതെന്തിനാന്ന് പലരോടും ചോദിച്ചിട്ടൊരു ഉത്തരം കിട്ടിയില്ല. പാട്യം പഞ്ചായത്ത് വയോജന സംഗമത്തിൽ ചോദിച്ചപ്പോ ആടുന്ന ഒരു ടീച്ചർ പറഞ്ഞു, ആര് ഉത്തരം പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറയാ. എന്താ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതാരാ? അമ്മ. പ്രസവിക്കുന്നതോ? അമ്മ. മുലയൂട്ടുന്നതോ? അമ്മ മാത്രം. എല്ലാം ചെയ്യുന്നതാരാ? അമ്മ. പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രാണോ? അല്ല. ആരും കൂടിയാ? അച്ഛന്റെ കൂടിയാ. അപ്പൊ എല്ലാം അമ്മ ചെയ്യുമ്പോ അച്ഛനൊരു പരാതി വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്നു. പകുതി അച്ഛന് പകുതി അമ്മക്ക്. അങ്ങനെയാണോ? അല്ല. ആ ശരീരത്തിന്റെ ചോദനകളെ പിടിച്ചു കെട്ടി അന്ന് മുതൽ അവന്റെ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്ത് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ അമ്മയും അച്ഛനും കുടുംബവും ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മൃഗചോദനകളെ നിയന്ത്രിച്ച് പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന സിംഹങ്ങളോട് പണ്ട് അശോക ചക്രവർത്തി പറഞ്ഞില്ലേ, കടിച്ചു കീറല്ലടാ, 4 ദിക്കിലേക്ക് പോടാ, ദിക്കുകൾ കീഴടക്കടാ. അതാണല്ലോ അശോക സ്തംഭം, ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം. 4 ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സിംഹം അല്ലേ അശോക സ്തംഭം. നമ്മുടെ ഉള്ളിലുള്ള ശരീരത്തെ കൺട്രോൾ ചെയ്യുക, മനസ്സിന്റെ ഭാവനകൾ ഉണർത്തുക. ആ ശരീരം അല്ല പ്രധാനം, മനസ്സിനെ ഉണർത്തുന്നു. ആ മനസ്സിനെ ഉണർത്തുന്ന നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുണ്ടോ? ശിവം സൃഷ്ടിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? അമ്പലങ്ങളിൽ വട്ടത്തിൽ ഇരുന്നിട്ട് ചിന്തിക്കുമ്പോ നന്മയെപ്പറ്റി, ദർശനങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? സത്യത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ? തത്വശാസ്ത്രങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ഈ പിടിച്ചു കിട്ടിയ ശരീരം ഉണ്ടല്ലോ, ആമയെ പോലെ മെല്ലെ വളരും, മനസ്സോ മുയലിനെ പോലെ കുതിച്ചോടും. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടുണ്ടോ? മുയല് കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ മെല്ലെ വരിക. എന്തിനു നേരത്തെ പോന്നു? മുയലൊന്ന് വിശ്രമിച്ചു.
ഉറങ്ങിപ്പോയി. ആമ പോയി സമ്മാനം വാങ്ങി വരുന്നു. ഈ കഥ പറഞ്ഞ് ഇത് കഥ കേൾക്കാത്ത ഒരൊറ്റ കുട്ടി ഈ ലോകത്തില്ല. മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. എന്നാൽ ഈ കഥക്ക് വേറൊരു അർത്ഥമുണ്ട്. ഈ ആമ എന്ന് പറഞ്ഞ നമ്മുടെ ശരീരം, മനസ്സ് മുയല. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലിയല്ലേ വളരെ. ഒരു പശുവിനെ നോക്കിയാ പ്രസവിച്ച് അരമണിക്കൂർ കൊണ്ട് എണീറ്റ് ഓടൂലേ? 6 മാസം കൊണ്ട് ദോശ മറിച്ചിടൂലേ? നമ്മളെ കുട്ടിയും കുമ്പിട്ട് കിടക്കല്ലേ ഉള്ളൂ, എണീക്കോ? പശു എണീറ്റോടും. 3 വയസ്സാകുമ്പോ പശു പ്രസവിച്ചിട്ട് ഒരു അമ്മയാ നമ്മളെ കുട്ടി 3 വയസ്സിൽ LKG-യിലോ അംഗനവാടിയിലോ അയക്കണ്ടെന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ശരീരം എത്ര വേഗം വളരുന്നു. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നു. പക്ഷെ മനസ്സോ എന്തമ്മോ കുഞ്ഞുമക്കളെ ബുദ്ധി എന്തെന്നാണ്, എന്തെല്ല പറയുന്നു, എന്തെല്ല അവരെ കാനൂല് കേട്ടിട്ടുണ്ടോ? എന്തൊരു ബുദ്ധിയാ! അവരുടെ മനസ്സ് കുതിച്ചു പായുന്നു. പക്ഷേ ഇനി ശ്രദ്ധിച്ചോ, ഇനി ദൈവവിശ്വാസവും ഫ്രോയിഡിന്റെ മനഃശാസ്ത്രവും കണക്ട് ചെയ്യുന്നൊരു കാര്യം പറയാം. ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര തത്വങ്ങളിൽ പറയുന്നു, മനുഷ്യന്റെ സകലമാന പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അവന്റെ ഉള്ളിലുള്ള ലൈംഗിക ചോദനകളാണ്, കാമവികാരമാണ്. ഈ കാമവികാരം ഉണരുമ്പോ അവന്റെ മനസ്സ് കിടന്നുറങ്ങുകയും ശരീരം ഓവർടേക്ക് ചെയ്യുന്നു. അതാ നമ്മളെ പിള്ളേർക്ക് പണ്ട് അങ്ങനെയാ. പണ്ടെപ്പാ കാമവികാരം ഉണരുന്നത്? 10ാം ക്ലാസ്സിലെത്തുമ്പോ ചെറിയ പ്രേമെല്ലാം തുടങ്ങുക. പക്ഷെ പറയാൻ ധൈര്യമില്ല. ആരാദ്യം പറയൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ധൈര്യമില്ല. പറയാണ്ട് അവസാനം സെന്റ് ഓഫ് ആയ ദിവസം ബേജാറിൽ ഫോട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കും. കടലിനെ മറന്നാലും കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നല്ല എഴുതി 2 ബൈക്ക് പോയി. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല, ഒരു പിടിയില്ല. എന്നാൽ ഇന്നോ അന്നെന്തുകൊണ്ടാ ഹോർമോൺ കുറവാന്നറിയോ? ഉച്ചക്കെന്താ കറി? ചാക്കക്കുരും വെള്ളരിക്ക് പോലൻ. രാത്രിയോ വെള്ളരിക്ക് ചാക്കക്കുരു പോലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇന്ന് എത്രയാ ഇറച്ചി, എത്രയാ മീന്, എത്രയാ മുട്ട, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ തേങ്ങ. 5ാം ക്ലാസ്സിലെത്തുമ്പോ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. 5ാം ക്ലാസ്സിലെത്തുമ്പോ മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. അപ്പോ എഴുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ഓർക്കുണ്ടാവില്ല. പോയി പോകുമ്പോ ആ മുയല് പറയണ്ടേ, പോറ്റി വലുതാക്കി അച്ഛൻ അമ്മ നാട്ടിന്റെ മര്യാദ അതെല്ലാം മറന്നിട്ട് പോലെ മോളെ എന്ന് പറയേണ്ട മനസ്സാകുന്ന മുയൽ ഉറങ്ങി, ശരീരം പോയി. ആമ പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോ ട്രോഫി വാങ്ങി വരും. ഒന്നിനെ എടുത്ത് വരൂല. ഉയന്റെ അമ്മയോ കഞ്ചാവേനും ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സർവ്വസാധാരണമായ സംഭവമാണ്. നമ്മുടെ യുവാക്കൾ അവരെന്തെല്ലാം ചെയ്യുന്നു അവർക്ക് തന്നെ പിടിയില്ല. കാരണം അവരെ കുറ്റം പറയണ്ട. അവരുടെ ശരീരത്തെ ആ ഹോർമോണുകൾ അവരുടെ ശരീരത്തെ ആക്ടിവേറ്റ് ആവുന്നു. മനസ്സിനെ ആക്ടിവേറ്റ് ആക്കാനുള്ള കവിതകളില്ല, കഥകളില്ല. വീട്ടിൽ നിന്ന് വായിക്കൂ. ഒരു കഥ വായിക്കൂല, ഒരു കവിത വായിക്കൂല, നല്ല കാര്യം ചർച്ചയില്ല. എന്താ ചർച്ച? വീട്ടിലിരുന്നാൽ തൂങ്ങിച്ചത്ത് കിണറ്റ് തുള്ളിയ മാത്രം പീഡിപ്പിച്ച കഥകൾ മാത്രം. അതാരാ? റോഡുമല പോകുന്ന കുഞ്ഞിരാമാനാ, മഹാവൃത്തിയോട്ടവനാ. പിന്നാരാ? ഗോപാലകൃഷ്ണൻ അയലുമ്പോക്ക. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. സുരേഷ് ബാബു അതാ മഹാപോക്ക. ഭാഗ്യനാഥൻ വലിയ ആള്. MLA പോക്ക, മന്ത്രി പോക്ക, മുഖ്യമന്ത്രി പോക്ക, പ്രധാനമന്ത്രി പോക്ക, എല്ലാരും പോക്ക. ഒരാളെ ഉള്ളു ലോകത്ത് നല്ല, ഞാൻ മാത്രം. ഈ അഹന്ത, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ മനോഭാവമാണ് നമ്മള് കേരളത്തിൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലും മരിച്ച 400. 4000 മരിച്ച ദുരന്തം കഴിഞ്ഞല്ലോ ഉണ്ടായി. നമ്മൾ ഓർമ്മയുണ്ടോ? 4000 മരിച്ച ദുരന്തം കഴിഞ്ഞല്ല കേരളത്തിലുണ്ടായി. അത് മുഴുവൻ കാരണം ഈ അഹന്ത കൊണ്ടാ. എന്ത്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതേതാ 4000 മരിച്ച? റോഡ് അപകടങ്ങളിൽ 4217 ആള് മരിച്ചു കഴിഞ്ഞല്ലോ. ഇത് വണ്ടീന്റെ ബ്രേക്ക് ഫെയിൽ ആയിട്ടല്ല, ഗിയർ ബോക്സ് സ്റ്റക്ക് ആയിട്ടല്ല. ഇത് മരിച്ചത് മുഴുവൻ ഇത് ഓടിക്കുന്നവന്റെ അഹന്ത കൊണ്ട്, അശ്രദ്ധ കൊണ്ടാണ്. അതിൽ 283 ആള് മരിച്ചത് എതിരെ വരുന്ന വണ്ടി ഡിമ്മിടാഞ്ഞിട്ട് കണ്ണിൽ അടഞ്ഞു പോയിട്ട് മുമ്പിലത്തെ ആൾക്ക് തട്ടിയിട്ടും വണ്ടിക്ക് തട്ടിയിട്ടും മതിലിന് പോയി ഇടിച്ചിട്ടു. ഈ ഡിമ്മിടാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോയിട്ട് എടുത്ത് ഇങ്ങോട്ടേ ഇടുവൊന്നും വേണ്ടല്ലോ. കൈ ഇങ്ങനെയാക്കിയ ഡിമ്മായി.
ആ ഡിമ്മ് കൊടുക്കാൻ തയ്യാറല്ലാത്തവരാ ഈ 90% ഡ്രൈവർമാരും. അഹന്തയുള്ളവർ. 283 ആള് മരിച്ചതിന്റെ പ്രതികളല്ലേ നിങ്ങൾ, മഹാഭാവികൾ. റോഡുമ്മല് പോയാല് തിരിച്ച് വീട്ടിലൊന്നും ഉറപ്പില്ല. എന്താ കാരണം? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ തറവാട് എന്റെ റോഡ്. ഇത്രയും ഭക്തിയാ. ഈ കാറിന്റെ മുമ്പിൽ എല്ലാം ഉണ്ടാവും. ദൈവമേ കാത്തുകൊള്ളണേ, അയ്യപ്പന്റെയും ശിവന്റെ എല്ലാം വിഗ്രഹോ ചിത്രവും വെച്ചിട്ടുണ്ടാവും. ഓം നമഃശിവായ എന്ന് ബേക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ അഹന്ത. അതിന്റെ കാരണം ഈ ഹോർമോണാണ്, ഈ ശരീരമാണ്. ആ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന മനസ്സിനെ, മുയലിനെ ഉറങ്ങാൻ അനുവദിക്കല്ലേ. ഗുരുവേത് ലഘുവേദെന്ന് തീരുമാനിച്ചിട്ടാണ് മനുഷ്യനോ മൃഗവും തീരുമാനിക്കുന്നത്. മൃഗത്തിന്റെ ഗുരു ശരീരമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലുതാട്ടോ, മാഷ് എന്നല്ല. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ലോ, വലിയ പരിക്ക് പറ്റിയെന്നല്ല. ഇപ്പൊ ഗുരു വലുത്, ലഘു ചെറുത്. മൃഗങ്ങളുടെ ശരീരമാ ഗുരു. അമ്പലത്തിന്റെ മുമ്പിൽ ഒരു പശു വന്നാൽ മൂത്രമൊഴിക്കണമെന്ന് ശരീരത്തിൽ തോന്നിയാൽ അവിടെ പറ്റൂല, അങ്ങ് പോണമെന്ന് പറയോ? മനസ്സില്ല. അവിടെ ഒഴിക്കും, അവിടെ ചാണകൂടും. പട്ടികൾ റോഡിൽ വെച്ചിണ ചേരും. അതിന്റെ ഗുരു ശരീരമാ. നാം മനുഷ്യന്റെ മനസ്സ് ഗുരുവും ശരീരം ലഘുവാണ്. ഇവിടുന്ന് ഒഴിക്കാൻ മുട്ടിയ ഇവിടുന്ന് ഒഴിക്കുവോ? അനങ്ങാണ്ട് കിടന്നോ പെരുങ്കൊടലേ എന്ന് പറയൂലേ? നിയന്ത്രിക്കും. നമ്മുടെ ശരീരത്തിന് ഇണചേരാനും മക്കളെ ഉണ്ടാക്കാനുള്ള ചോദനയുണ്ട്. ആ ചോദനയ്ക്ക് മനോഹരമായ, സൗന്ദര്യാത്മകമായ, കാവ്യാത്മകമായ ഭാഷ്യമാണ് വിവാഹം. എന്താ വിവാഹം? കേവലം ശരീരങ്ങൾ ചേരലല്ല, 2 മനസ്സുകളും 2 ഹൃദയങ്ങളും. അതാ ഹൃദയത്തിന്റെ ഷേപ്പിലെ താലി എടുത്തിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഈ താലി ഹൃദയമാ, പൊന്നുപോലെ തന്റെ ഹൃദയം പറിച്ചൊട്ടിക്കുമ്പോ ചത്തുപോകുന്നതിന് ഹൃദയത്തിന് പകരം പൊന്നുകൊണ്ട് താലി. അത് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് നോക്കും. ഇതിന്റെ അർത്ഥം അറിയാത്തവരാണ് വലിയ മാല വാങ്ങിയിട്ട് കെട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയി നോക്ക്. ഭർത്താവിന്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിന്റെ നേരെയോ കുടൽമലോ ഉള്ളത് നോക്ക്. 2 സംസ്കാരങ്ങൾ ചേരാനാണ് കുടുംബക്കാരെ വിളിച്ച് സദ്യ കൊടുക്കുന്നത്, നിശ്ചയം നടത്തുന്നത്. എന്നാൽ ഇപ്പൊ എന്താ? ഇപ്പൊ ഈ മുയല് ഉണർന്നാൽ, ഈ ആമ ഉണർന്നാലുണ്ടല്ലോ, ആമ ഉണർന്നാൽ ഒന്നും വേണ്ട, മംഗല്യം തന്തുനാനേന. തന്തു എന്ന് പറഞ്ഞാൽ താലി കോർത്ത ചരട്. മംഗല്യം തന്തുനാനേന. പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചാൽ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോവും. അതുകൊണ്ട് കല്യാണ പരിപാടി വേണ്ട. എന്തെങ്കിലും ഈ തോന്നല് വന്നാൽ ഏഴുന്നൊരു ആണിനെ, ഏഴുന്നൊരു പെണ്ണിനെ സംഘടിപ്പിക്കുക, ലിവിങ് ടുഗദർ. അല്ലേ? അതാ ലിവിങ് ടുഗദർ. കല്യാണം വേണ്ട, ഒന്നും വേണ്ട, പന്തലും വേണ്ട. ഒത്തുകൂടുക, ഏടെങ്കിലും ഫ്ലാറ്റ് എടുക്കുക, വാടക റൂം എടുക്കുക, കുറച്ചു കാലം അവിടെ കൂടുക, പിന്നെ മടുത്ത 2 വഴിക്ക് പോവുക. അതിനുണ്ടായുള്ള കുട്ടികളെ കൊണ്ട് അച്ഛൻ നോക്കൂടാ. ആര് നോക്കി? കുട്ടികളെ, അനാഥരായ കുട്ടികളെ സൃഷ്ടിച്ചിടാൻ, മൃഗങ്ങളെ പോലെ ജീവിക്കാനാണ് മനുഷ്യന്റെ സംസ്കാരം. പരിപാവനമാം വിവാഹമേ ശ്രുതി മന്ദാര മനോജ്ഞ പുഷ്പമായി ശിരിയിൽ കുളിരേകി നിന്ന് നിൻ ഗതി കാൺകെ എത്ര അധപ്പതിച്ചു നീ. സീത, കുമാരനാശാന്റെ സീതാകാവ്യത്തിൽ സീത പറയുന്നതാ. വിവാഹം എന്ന മനോഹരമായ ചടങ്ങ്, അത് പഠിക്കാൻ ശിവനും പാർവതിയും തമ്മിലുള്ള കഥകൾ വായിക്കും. ശിവനെ പ്രാർത്ഥിച്ചാ പോരാ, കുമാരസംഭവം കാണണം. പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയമാനസനെവിടെ, ഹിമഗിരി ശൃംഗമേ പറയൂ എൻ പ്രിയതമനെവിടെ. മാനസ സരസിൻ അക്കരയോരു മായായവനികൈക്കപ്പുറമോ. ആ പാട്ട് കേട്ടപ്പോൾ ശിവനും പാർവതിയും തമ്മിലുള്ള പ്രണയത്തിന്റെ ദാർഢ്യതയും തന്ന് പഠിക്കണം. ശിവക്ഷേത്രത്തിൽ തൊഴാൻ വന്നത് ആ ദാർഢ്യത. അതുകൊണ്ട് ശരീരത്തിന്റെ വികാരങ്ങളെ സർഗാത്മകമായി വിടർത്തി അത് സാമൂഹ്യ ഉൽപ്പന്നമാക്കി അത് ധർമ്മത്തിന്റെ പ്രതീകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദൈവവിശ്വാസം. അല്ലാതെ ഇവിടുന്ന് ചന്ദനവും ഭസ്മവും ആക്കി ആളെ മുമ്പിൽ നേർച്ചയും നിർത്തി പോകുന്നതല്ല. ആന്തരികമായ വളർച്ചയാണ്, ഉള്ളിലെ പ്രകാശത്തിന്റെ വളർച്ചയാണ്. ആ പ്രകാശം ഈ ഉത്സവത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ആ പ്രകാശം കൂട്ടണം. അതിനു വേണ്ടിയിട്ടാണ് തൊഴുമ്പോ കയ്യിലെ ഈ പ്രധാനപ്പെട്ട തള്ളവരല്, തള്ള അമ്മയാണ്. ബാക്കി 4 മെമ്പർമാരാ. ഇതാ പഞ്ചായത്ത് പ്രസിഡന്റ് മജീദ്. ബാക്കി 4 മെമ്പർമാരാ. അതിനെ ഇങ്ങോട്ടാ ചൂണ്ടുന്നത്. ഇവിടെയാ തൊഴുമ്പോ, ഇവിടെയാണ്. ആ അമ്പലത്തിലെ പ്രകാശം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങുകയും ഈ പ്രകാശം മേലോട്ടൊരു എക്സ്റ്റൻഷൻ കൊടുക്കുകയും. ഇങ്ങനെയാക്കൂലേ?
മേലേക്കാവിലും താഴേക്കാവിലുള്ള ആൾ ഇവിടെയാണ്. എന്നിട്ട് പ്രസാദം വാങ്ങുന്നു. ആ പ്രസാദം അതിൽ നെറ്റിയിൽ തൊടുന്നതിന് മുമ്പ് അതിൽ ചേർക്കേണ്ടത് എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. നെറ്റിയിൽ ചന്ദനമോ ഭസ്മമോ പൂശിയാൽ എന്റെ ചിന്തകളിൽ വെളിച്ചമുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുന്നു. ഒരു ദുഷ്ടത ചിന്തിക്കരുത്. നെഞ്ചത്ത് തൊടുന്നില്ലേ, എന്റെ വികാരങ്ങളിൽ വെളിച്ചമുണ്ട്. കണ്ടത്തിൽ തൊടുന്നില്ലേ, എന്റെ വാക്കുകളിൽ വെളിച്ചമുണ്ട്. പിന്നെ ബാക്കിയുള്ള രണ്ട് കൈക്ക് വരച്ചിട്ട് ഇവിടെയും പൂശുന്നില്ലേ, എന്റെ കൈകളിൽ കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ശുദ്ധമാണ്, പരിശുദ്ധമാണ്, വെളിച്ചമുള്ളതാണ്. മനസാ വാചാ കർമ്മണ ഞാൻ വെളിച്ചം പ്രചരിപ്പിക്കുന്നവനാണ്. അവനെയാണ് ഭക്തൻ എന്ന് പറയുക. ഭ എന്ന് പറഞ്ഞാൽ ശോഭ എന്നാണ്. ശോഭയുള്ളിലുള്ളവനാണ് ഭക്തൻ. ആ ഭക്തി നിങ്ങളുടെ ആന്തരികമായ വെളിച്ചമായി മാറ്റിയെടുക്കാനാണ് ഈ പ്രാർത്ഥനകൾ, പാട്ടുകൾ, മന്ത്രങ്ങൾ, പുരാണങ്ങൾ എല്ലാം. പക്ഷേ ഇതിന്റെ അർത്ഥമറിയാതെ ബാഹ്യമായിരിക്കുന്ന ചടങ്ങുകളെല്ലാം വർദ്ധിക്കുകയും ആന്തരികമായ ധാർമ്മികതയും സ്നേഹവും ദയയും മൂല്യബോധവും സത്യ അന്വേഷണവും ഇല്ലാതാവുകയും ചെയ്യുന്ന ദുരന്തമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ ദുരന്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കേ കഴിയൂ. നിങ്ങളെ രക്ഷപ്പെടുത്തി ആന്തരിക ജ്ഞാനം, നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന ഗുരുദേവന്റെ ഒരു വാക്കുണ്ട്. സത്യം അന്വേഷിച്ച് കിട്ടുന്ന ജ്ഞാനമുണ്ടല്ലോ, ആ ആനന്ദത്തിലേക്ക് പോകുമ്പോഴാണ് ആ തുടിയുടെ താളത്തിൽ തണ്ടുല മഹർഷി ചിട്ടപ്പെടുത്തിയ താണ്ഡവ നൃത്തത്തിൽ പാർവതിയുടെ താണ്ഡവവും ലാസ്യവും ചേർന്ന താളത്തിൽ ജടകൾ പറിച്ചെറിഞ്ഞിട്ട് വിരാട് പുരുഷനായി നൃത്തം ചെയ്യുന്ന ആ മഹാശിവനെ കാണാനായിട്ട് നിങ്ങൾ ഇവിടെ വരുന്നു, ഈ പ്രാർത്ഥന നടത്തുന്നു. അങ്ങനെ ഉള്ളിലുള്ള ആ തൃക്കണ്ണ് തുറന്ന് കാണും. അതാണ് ഭക്തി. ആ തൃക്കൺ മഠത്തിലെത്തുമ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ തൃക്കൺ തുറന്ന് കാണാൻ കഴിയട്ടെ.